പേരാമ്പ്രയ്ക്ക് മെസ്സി വേണോ? മെസ്സി വേണമെങ്കിൽ ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. ഈ പറഞ്ഞ പോലെ ഒരു നല്ല ഗ്രൗണ്ട് ഇല്ല, ഗ്രൗണ്ട് ഇല്ല അവിടെ. പക്ഷെ ഒരുപാട് കായിക താരങ്ങളൊക്കെ ഗ്രൗണ്ട് ഉണ്ടാക്കണം തീർച്ചയായിട്ടും. അത് 1 2 അല്ല, അവിടെ ഒരുപാട് കായിക താരങ്ങൾ പിന്നെ ജനിച്ചു വളർന്ന മണ്ണുകൂടിയാ. ചക്കിട്ടപ്പാറയിലൊക്കെയാണ്. ജിൻസൺ ജോൺസന്റെ നാടാണത്, ഒളിമ്പ്യൻ. അങ്ങനെ ഒത്തിരി ആളുകൾ അവിടെ നിന്നുണ്ട്. അപ്പം അവിടെ തീർച്ചയായിട്ടും സ്പോർട്സ് മേഖലയിൽ ഒത്തിരി കാര്യങ്ങൾ ആ നാടിന് വേണ്ടി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്പോർട്സ്, ടൂറിസം, ഇതിനൊക്കെ ഒരുപാട് സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പം ഈ ഫാത്തിമ ഈ പൊതുപ്രവർത്തനത്തിലേക്ക് വരുമ്പോഴേ നമ്മുടെ ഒരുപക്ഷെ ഒരു യാഥാസ്ഥിക ചുറ്റുപാടിൽ ജീവിക്കുന്ന ആളുകളൊക്കെ പലപ്പോഴും നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാകും. പക്ഷേ ഈ ഒരു മുന്നേറ്റം നമ്മുടെ ലോകരാജ്യങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ ലീഗിലേക്കും വരുന്നു എന്നുള്ളത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. കാര്യം ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു തട്ടമിട്ട പെൺകുട്ടി രാവിലെ നമ്മൾ മോർണിംഗ് ഷോ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ വന്ന് ഊട്ടി പിടിക്കുന്നു, കാണാനൊക്കെ ഒരു ഭയങ്കര രസമാണ്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റത്തിൻ്റെ കാറ്റടിപ്പിക്കുന്നു. അതിനൊരു ചാലക ശക്തിയായിട്ട് താങ്കൾ മാറി. എന്താ ഫീൽ ചെയ്യുന്നത്? അത് നിമിത്തമായി എന്ന് തോന്നുന്നുണ്ട്. അതെ, നിമിത്തമായി എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഒരു തുടക്കക്കാരിയാവാൻ സാധിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. അത് സന്തോഷം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ഉത്തരവാദിത്തം. ഒത്തിരി ആളുകൾ എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അവർ ഇൻസ്പയർഡ് ആവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ രൂപത്തിലുള്ള പ്രവർത്തനം നടത്തണം. ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും അവരെ പോലെയുള്ള ആളുകളൊക്കെ ആണല്ലോ നമ്മൾ ഒരുമിച്ച്. അതെ, അദ്ദേഹം എൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി, ഞാൻ സെക്രട്ടറിയാണ് സംസ്ഥാന കമ്മിറ്റിയിൽ. അപ്പം ഇപ്പോൾ ഒരു വലിയ മാറ്റം സാമൂഹികമായിട്ട് തന്നെ എല്ലാ സംഘടനയിലും നടക്കുന്നുണ്ട്. അതിൽ ലീഗിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചു, മത്സരിച്ചു, ജയിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വിക്ടറി, ഇതിൻ്റെ ഒരു മധുരം എന്ന് പറയുന്നത് എൻ്റെ വിജയമല്ലത്. എന്നോട് ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മണ്ഡലത്തിലല്ലാത്ത, എൻ്റെ വിശ്വാസം ഉൾക്കൊള്ളാത്ത, അല്ലെങ്കിൽ മറ്റുള്ള പിന്നെ സെക്ടറിൽ നിൽക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ജയിച്ച പോലെ തോന്നുന്നു എന്ന്. അതാണ് ഈ വിജയത്തിൻ്റെ മധുരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഒത്തിരി സ്ത്രീകൾ എന്നോട് പറഞ്ഞൊരു പുലിവാലി പിടിച്ചു. അതായത് ചാണ്ടിയമ്മന് പറഞ്ഞെന്താ പറയുക, കഴിഞ്ഞ ദിവസം അദ്ദേഹം മന്ത്രിയാവുമെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഇപ്പോൾ വി.ഡി. സതീശൻ എന്ന് പറഞ്ഞ ഒരാൾ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ അദ്ദേഹം എൻ്റെ മണ്ഡലത്തിൽ കൂടെ മന്ത്രിയാന്ന് പറഞ്ഞു. പിന്നീടുള്ള ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.